Hi, welcome to English Petals. By today's class, we're discussing about a beautiful and interesting story from 6th standard English, Making a Mango Pickle. Bibhutibhushan Bandyopadhyay was a prominent writer in Bengali literature. A lot of works are in his credit, but the work that he written in the year 1924 made him popular all over the world. The work was Padher Panchali. Its meaning is Song of the Rod. ബംഗാളി സാഹിത്യത്തിലെ വളരെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. അദ്ദേഹത്തിൻ്റെതായി ഒരുപാട് വർക്കുകൾ ഉണ്ടെങ്കിലും 1924 അദ്ദേഹം എഴുതിയ ഓട്ടോബയോഗ്രഫിക്കൽ നോവലായ പതേർ പഞ്ചാലി എന്ന നോവലാണ് അദ്ദേഹത്തെ വളരെ പ്രശസ്തനാക്കിയത്. ഇന്ന് പതേർ പഞ്ചാലി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തെയും പ്രഗത്ഭ സംവിധായകനായ ശ്രീ സത്യജിത് റോയ് ഒരുക്കിയ സിനിമയുടെ പേരാണ്. അതെ, വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് സത്യജിത് റോയ് പതേർ പഞ്ചാലി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറക്കിയത്. ദ ഗിവൺ ലെസൺ മേക്കിംഗ് എ മാംഗോ പിക്കിൾ ഈസ് ടേക്കൺ ഫ്രം ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക് പതേർ പാഞ്ചാലി. നിങ്ങൾക്കായി ഇവിടെ പഠിക്കാനുള്ള മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന് പറയുന്ന ഭാഗം പതേർ പഞ്ചാലി എന്ന് പറയുന്ന ആ നോവലിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ്. It was 8 or 9 in the morning. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. Appu, Appu. She had just made an appearance after having been away from home all morning. രാവിലെ ഏകദേശം 8-9 മണിയായി കാണും. ഹരിഹർ, അദ്ദേഹത്തിൻ്റെ മകൻ, വീടിൻ്റെ ഓപ്പൺ വരാന്തയിലിരുന്ന് ഒറ്റയ്ക്ക് എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാന്ത, വരാന്ത ഈസ് നോട്ട് ആൻ ഇംഗ്ലീഷ് വേർഡ്. ബ്രിട്ടീഷുകാർ എല്ലാ ഭാഷകളിൽ നിന്നും വാക്കുകൾ കടമായി എടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അവർ ഇന്ത്യയിൽ നിന്നും കടമായി സ്വീകരിച്ച വാക്കുകളിൽ ഒന്നാണ് വരാന്ത എന്നുള്ള വാക്ക്. ഇറ്റ്സ് ആൻ ഇന്ത്യൻ വേർഡ്. നമ്മൾ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാറില്ല, അത് തന്നെയാണ് ഈ വരാന്ത. നമ്മൾ മലയാളത്തിലും വരാന്ത എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് അറിയപ്പെടുന്നത് ലോൺ വേർഡ്സ് എന്നാണ്. വീടിൻ്റെ വരാന്തയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടി, അല്ലേ? അപ്പോഴാണ് ആ വീടിൻ്റെ മുറ്റത്തുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിറകിൽ നിന്നും ഒരു വിളി വന്നത്, അപ്പു, അപ്പു. അപ്പോൾ ആ കുട്ടിയുടെ പേര് നമുക്ക് മനസ്സിലായി അപ്പു എന്നാണ്. നമ്മൾ അപ്പു എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഇറ്റ്സ് നോട്ട് അപ്പു, ഇറ്റ്സ് അപ്പു എന്നാണ്. അത് മറ്റാരും ആയിരുന്നില്ല, അപ്പുവിൻ്റെ സിസ്റ്ററായ ദുർഗയായിരുന്നു വിളിച്ചത്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ദുർഗ രാവിലെ അലഞ്ഞു തിരിഞ്ഞ് എവിടേക്കോ പോയതിനു ശേഷം വീട്ടിൽ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ദുർഗ വാസ് നൗ അബൌട്ട് 11. ഷി വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. ഏകദേശം 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ദുർഗ. അവൾ വളരെ മെലിഞ്ഞിട്ടും അപ്പുവിനേക്കാളും വളരെ ഇരുണ്ടിട്ടുമായിരുന്നു. ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്ങിങ് ഓൺ ഹർ ആംസ്, a none too clean saree and winds of dry hair flying. Anyway, that was Durga. കുപ്പിവളകൾ ദുർഗയുടെ കൈകളിൽ കടന്ന് കിലുങ്ങുന്നുണ്ടായിരുന്നു. അത്ര വൃത്തിയുള്ള ഒരു സാരി ആയിരുന്നില്ല ദുർഗയുടെ വേഷം. എണ്ണ പുരളാത്ത അവളുടെ തലമുടികൾ കാറ്റത്ത് കടന്ന് പറക്കുന്നുണ്ടായിരുന്നു. On her finely shaped face, her eyes shone large like her brothers. അപ്പുവിനെ പോലെ തന്നെ ദുർഗയ്ക്കും നല്ല പ്രകാശമുള്ള വലിയ കണ്ണുകളായിരുന്നു. ഇതായിരുന്നു ദുർഗ. What's it? asked Appu, jumping off the veranda in front of the house and coming up to her. എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പു ദുർഗയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദുർഗ held a half coconut shell in her hand. She lowered it to show Appu its contents, slices of tender green mango, before the seed had hardened. ദുർഗയുടെ കയ്യിൽ ഒരു കോക്കനട്ട് ഷെല്ലിൻ്റെ പകുതി ഉണ്ടായിരുന്നു, അതായത് ഒരു ചിരട്ടയുടെ പകുതി. അതിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു അത്? ഇറ്റ് വാസ് ടെൻഡർ ഗ്രീൻ മാംഗോ, സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ, അതായത് മാങ്ങയുടെ കഷ്ണങ്ങൾ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കണ്ണിമാങ്ങ. അതിൻ്റെ സീഡ് കട്ടയാകുന്നതിന് മുമ്പുള്ള ആ ഒരു അവസ്ഥ, അതിന് കണ്ണിമാങ്ങ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ചിരട്ടകൾ നിറയെ കണ്ണിമാങ്ങളായിരുന്നു. അപ്പുവിനെ കാണിക്കാൻ വേണ്ടി ഷി ജസ്റ്റ് ലോവേഡ് ഇറ്റ്. ആ ചിരട്ടയൊന്ന് താഴ്ത്തി കാണിച്ചു കൊടുത്തു. ദെൻ ഇൻ ആൻ അണ്ടർടോൺ, "Is Ma back from the hut yet?" "No," said Appu, shaking his head. എന്നിട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അപ്പുവിനോട് ദുർഗ ചോദിച്ചു, അമ്മ ഇതുവരെ കടവിൽ നിന്നും തിരികെ വന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ അമ്മ ഇതുവരെയും തിരികെ വന്നിട്ടില്ല. അപ്പു തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. "Can you fetch me a bit of oil and some salt?" she asked him secretively.
I will pickle this. ദുർഗ വളരെ രഹസ്യമായി അപ്പുവിനോട് പറഞ്ഞു, നീ എനിക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടി എടുത്തുകൊണ്ട് വരുമോ? ഞാൻ ഈ കണ്ണിമാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. Why did you get them from Didi? അപ്പു was delighted. വളരെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അപ്പു ചോദിച്ചു, ഇത് എവിടെ നിന്നും കിട്ടിയതാണ് ദിദി? ദിദി മീൻസ് നമ്മുടെ സിസ്റ്റർ, ചേട്ടത്തി എന്നൊക്കെയാണ് അർത്ഥം. They were lying on the ground just under the Sindhu Kundo tree. Now get me a pinch of salt and some oil, will you? കണ്ണിമാങ്ങകൾ എവിടുന്ന് കിട്ടിയെന്ന് അപ്പു ചോദിച്ചപ്പോൾ ദുർഗ പറഞ്ഞു, They were lying on the ground just under the Sindhu Kundo tree. അത് ആ സിന്ദൂർ കുന്തോ എന്ന് പറയുന്ന മരത്തിൻ്റെ അടിയിൽ ഗ്രൗണ്ടിൽ കിടന്നിരുന്നതാണ്. ഈ സിന്ദൂർ കുന്തോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഒരു ട്രീ ആണ്. അതിനെ നമ്മൾ കുങ്കുമം എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ. ഇറ്റ്സ് ഫ്രൂട്ട് ഈസ് ലുക്കിംഗ് ലൈക്ക് റംബൂട്ടാൻ. ഇറ്റ്സ് ഔട്ടർ പാർട്ട് ഈസ് ലുക്കിംഗ് ലൈക്ക് റംബൂട്ടാൻ. റംബൂട്ടാൻ എന്ന ഫ്രൂട്ടിൻ്റെ പുറന്തോട് പോലെ ഇരിക്കും കാണാനത്. അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ നിറത്ത് കുങ്കുമ നിറത്തിലുള്ള ചില പൊട്ടുകളുണ്ട്. അത് നമ്മൾ കുറിയായിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതാണ് ഈ സിന്ദൂർ കുന്തോ ട്രീ. അപ്പോൾ കണ്ണിമാങ്ങൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഗ്രൗണ്ടിൽ കിടന്നിരുന്നതാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ? പ്ലീസ് ഗെറ്റ് മി എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് സം ഓയിൽ. നീ പോയി കുറച്ച് എണ്ണയും ഉപ്പും കൊണ്ടുവരാൻ പറ്റുമോ നിനക്ക്? ദുർഗ അപ്പുവിനോട് ചോദിച്ചു. ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്, റിപ്ലൈഡ് അപ്പു സ്കേർഡ്. അതെ, അമ്മ എന്നെ വഴക്ക് പറയും. ആ ഓയിൽ പാത്രത്തിലാണ് തൊട്ട് കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയും. വളരെ പേടിച്ച് അപ്പു ദുർഗയോട് പറഞ്ഞു. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. It will be a while before she is back. She is going to wash the clothes. Hurry up. ദുർഗ ഓരോന്ന് പറഞ്ഞ് അപ്പുവിനെ പ്രേരിപ്പിക്കുകയാണ്. നീ പെട്ടെന്ന് പോയി അതിനെ എടുത്തുകൊണ്ട് വരൂ. അമ്മ ഇപ്പോഴൊന്നും വരത്തില്ല, അമ്മ വരാൻ താമസിക്കും. The shell, said Appu. Give me the shell. I will pour it into the shell. You stand by the back door and keep a lookout. അപ്പു ദുർഗയോട് പറഞ്ഞു, ആ കയ്യിലിരിക്കുന്ന ചിരട്ട അഞ്ഞു തരൂ, ഞാൻ എണ്ണയും ഉപ്പും അതിലേക്ക് പകർന്നുകൊണ്ട് വരാം. വെറുതെ നിന്നാൽ പോരാ. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് ലുക്ക് ഔട്ട്. നീ ആ ചേച്ചി ആ കഥകിൻ്റെ പിറകിൽ നിൽക്കുക, എന്നിട്ട് അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കണം. മൈൻഡ് യു, ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ബെറ്റർ ബി കെയർഫുൾ, അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്. അപ്പോൾ എണ്ണ എടുക്കാനായിട്ട് അപ്പു അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ദുർഗ പറഞ്ഞു, മൈൻഡ് യു, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരൊറ്റ തുള്ളി എണ്ണ പോലും തറയിൽ വീഴാൻ പാടില്ല. അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ കണ്ടുപിടിക്കും. ഞാൻ നിന്നോട് ഇത് പറയാൻ ഒരു കാരണമുണ്ട്. നീ ഒരു വങ്കനാണ്, നീ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. നല്ല രീതിയിൽ സൂക്ഷിക്കണം നീ. When Appu came out of the house, Durga took the coconut shell from him and expertly got the mix of oil and salt into the mango slices. Here, put out your hand. അങ്ങനെ അപ്പു അടുക്കളയിൽ നിന്നും ഓയിലും ഉപ്പും എടുത്തുകൊണ്ട് വന്ന ഉടൻ തന്നെ ദുർഗ അപ്പുവിൻ്റെ കയ്യിൽ നിന്നും ആ കോക്കനട്ട് ഷെൽ പിടിച്ചു വാങ്ങി. എന്നിട്ട് വളരെ ഒരു പരിചയസമ്പന്നയെ പോലെ തൻ്റെ കയ്യിലുള്ള മാങ്ങയും ഉപ്പും ആ എണ്ണയും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് ദെൻ അപ്പുവിനോട് പറഞ്ഞ്, put out your hand. നിൻ്റെ കയ്യിൽ നിന്ന് നീട്ടേക്ക്. ദീദി, ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്? എനിക്ക് കുറച്ച് തന്നിട്ട് ബാക്കിയെല്ലാം ചേച്ചി തന്നെ തിന്നാൻ പോവുകയാണോ? അപ്പോൾ ദുർഗയോട് ചോദിച്ചു. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് എസ് എ നൈസ് ചില്ലി? ഐ വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. നിനക്ക് ഒരു പച്ചമുളക് കൂടി എടുത്തുകൊണ്ട് വരാമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് കുറച്ച് കഷ്ണങ്ങൾ കൂടി ഞാൻ തരാം. ബട്ട് ഹൗ ഷാൽ ഐ ഗെറ്റ് ടു ദ ചില്ലീസ് ദീദി? ദേ ആർ റൈറ്റ് അപ്പ് ഓൺ ദ ഷെൽഫ്. ഐ കാൻ ഈവൻ റീച്ച് ഇറ്റ്. ചില്ലീസ് ഞാൻ എങ്ങനെ എടുക്കും ചേച്ചി? അതങ്ങ് ഷെൽഫിൻ്റെ മുകളിലല്ലേ, എനിക്കാണെങ്കിൽ കൈ എത്തത്തത് പോലുമില്ല. അപ്പോൾ ദുർഗയോട് പറഞ്ഞു, ഡോണ്ട് ബോദർ, ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്? ദർ ഈസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബഡ് മാംഗോസ് ദാറ്റ് വിൽ ഫോൾ ഓഫ് ഇൻ ദ ആഫ്റ്റർനൂൺ സൺ. പച്ചമുളക് എടുത്തുകൊണ്ട് വരാൻ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ വേണ്ട, എനിക്ക് കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി മാങ്ങകൾ എനിക്ക് കിട്ടും. നിനക്ക് ആ കുളത്തിൻ്റെ കരയിലുള്ള ആ മരം അറിഞ്ഞൂടെ? അതിൽ ഒരുപാട് ബഡ് മാംഗോസ് ഉണ്ട്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മാങ്ങകൾ തറയിൽ വീഴും. The back door opened with a sharp clang and Saboja was heard calling out, Durga, oh Durga. വീടിൻ്റെ പിറകുവശത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അത് ആരായിരുന്നു? സബോജ, അപ്പുവിൻ്റെയും ദുർഗയുടെയും അമ്മ. That's Ma calling. Quick, go and see what's up. Finish up over there. Now wait. You have got grains of salt over your mouth. Wipe them away first. അമ്മ വിളിക്കുന്നുണ്ട്, വേഗമാകട്ടെ, നീ പോയി എന്താണെന്ന് കാര്യം തിരക്കിയിട്ട് വരൂ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ കഷ്ണങ്ങൾ തിന്ന് തീർത്തിട്ട് പോകൂ. വെയിറ്റ്, നിന്റെ മുഖത്തും വായിലുമൊക്കെ ഉപ്പ് പറ്റിയിരിക്കുന്നു, നീ ആദ്യം അതെല്ലാം ഒന്ന് തുടക്കി. ദുർഗ heard her mother call out again, but there was no way she could reply, for her mouth was quite full.
അമ്മ പിന്നെയും ദുർഗ എന്ന് വിളിച്ചു. പക്ഷേ ദുർഗയ്ക്ക് മിണ്ടുവാൻ സാധിക്കുന്നില്ല. എന്താണ് കാര്യം? ദുർഗയുടെ വായ് നിറയെ മാംഗോ സ്ലൈസസ് നിറഞ്ഞിരിക്കുകയാണ്. ഷീ ബിഗാൻ ഫ്യൂരിയസ്ലി ഡിവോറിങ് ദ സ്ലൈസസ് ഓഫ് പിക്കിൾഡ് മാംഗോ. അമ്മയുടെ ദുർഗ എന്നുള്ള വിളി കേട്ട് ദുർഗ എന്ത് ചെയ്തു? തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ മാംഗോ സ്ലൈസസ് എല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങാനായിട്ട് ശ്രമിച്ചു. When she found that she had many left, she hid behind the trunk of the jackfruit tree and started to gobble up the rest. അങ്ങനെ ഒറ്റയടിക്ക് ഈ മാംഗോ സ്ലൈസസ് വിഴുങ്ങാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ദുർഗ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള പ്ലാവിൻ്റെ പിറകിലേക്ക് മാറി നിന്ന് തൻ്റെ കയ്യിലുള്ള ബാക്കി സ്ലൈസസും കൂടി ചവച്ച് വിഴുങ്ങാൻ തുടങ്ങി. Apu stood beside her, frantically swallowing his share, for there was no time to chew. അപ്പു തൻ്റെ കഷ്ടങ്ങൾ വിഴുങ്ങിക്കൊണ്ട് ചേച്ചിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ചവച്ചരച്ച് തിന്നാൻ തീരെ സമയം കിട്ടിയില്ല രണ്ടുപേർക്കും. As he ate, he smiled a guilty smile at his sister. തൻ്റെ ഭാഗമെല്ലാം തിന്നു കഴിഞ്ഞ് തീർന്നപ്പോൾ അപ്പു ചേച്ചിയെ നോക്കി, അബദ്ധം പറ്റിയല്ലോ, എൻ്റെതൊക്കെ ഞാൻ തിന്നു തീർത്തു എന്നുള്ള ഭാവത്തിൽ ദുർഗയെ നോക്കി ചിരിച്ചു. You little monkey, she said to her brother, why don't you wipe your face clean? There is salt all over your mouth even now. എടാ കുട്ടി കുരങ്ങ, നീ മുഖം വൃത്തിയാക്കിയിട്ട് പോ. നീ എന്താണ് മുഖം തുടയ്ക്കാത്തത്? നിന്റെ മുഖത്ത് ഇപ്പോഴും ഉപ്പ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് അമ്മ കണ്ടുപിടിക്കും അല്ലേ? ദുർഗ അപ്പുവിനോട് പറഞ്ഞു. Then, putting on a most innocent expression, she entered the house. What's it, ma? She asked. അങ്ങനെ അമ്മയുടെ വിളി കേട്ട് ദുർഗ അകത്തേക്ക് കയറി ചെന്നു. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് വിളിച്ചത്? ആൻഡ് where had you gone a wandering? May I know? asked Saboja. And where's that monkey gone? നീ ഇത്രയും നേരം എവിടെ തെണ്ടി നടക്കുകയായിരുന്നു? ആ കുരങ്ങൻ എന്തിയെ? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അതെ, അപ്പുവിനെയാണ് അല്ലേ? I am hungry, ma, announced Apu, appearing suddenly. എനിക്ക് വിശക്കുന്നു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി വന്നു. Now hold on, let me take a breath. Durga, go and check on the calf, will you? It's been lowing away. ഞാൻ ആഹാരം തരാം, ഒന്ന് നിൽക്ക്, ഞാനൊന്ന് ശ്വാസം വിട്ടോ. ദുർഗ, നീ പോയി ആ പശുക്കിടാവ് കരയുന്നത് എന്തിനാണ് നോക്കിക്ക്, അത് കുറേ നേരമായി കിടന്ന് കരയുകയാണ്. A little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for children, Apu flopped down next to her. കുറച്ചു നേരം കഴിഞ്ഞ് സർബോജിയ കിച്ചൻ്റെ മുന്നിലുള്ള വരാന്തയിലിരുന്ന് കുട്ടികൾക്കായി കുക്കുംബർ അരിഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് അപ്പു വന്ന് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദ കുക്കുംബർ. ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത്, ഹി സെഡ്. ആ കുക്കുംബറിൻ്റെ അകത്തിരിക്കുന്ന കട്ടുകൂടിയ ആ വെള്ള ഭാഗമല്ലേ, അത് എനിക്ക് വേണ്ട, അത് എനിക്ക് കഴിക്കും. ദുർഗ spread out her palm to get her share and asked a little hesitantly, isn't there any more of the rice fry, ma? ദുർഗ അവളുടെ പങ്കായ കുക്കുംബറിന് വേണ്ടി കൈനീട്ടി. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, വറുത്ത അരി ഇനി ഇല്ലല്ലോ അല്ലേ? ഓ, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓൾ ദോസ് ടാറ്റ് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്, began Apu. He stopped abruptly when he saw Durga frowning and winking at him. പെട്ടെന്ന് അപ്പു അറിയാതെ ഒരു കാര്യം പറഞ്ഞുപോയി. അപ്പു പറഞ്ഞു, ഓ, ഈ മാങ്ങയെല്ലാം തിന്നെ എൻ്റെ പല്ലെല്ലാം. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞ് മുഴിപ്പിച്ചില്ല. അത് കേട്ടപ്പോൾ തന്നെ ദുർഗ കണ്ണുരുട്ടി അവനെ പേടിപ്പിച്ചു. എന്താണ്? അമ്മ അറിഞ്ഞാൽ മാങ്ങ പറക്കാൻ പോയെന്ന് അമ്മയെ അറിഞ്ഞാൽ സർബോജയെ വഴക്ക് പറയും അല്ലേ? അത് കണ്ടിട്ട് ദുർഗ അപ്പുവിനെ കണ്ണുരുക്കി പേടിപ്പിച്ചു. Why did you get mangoes from? asked his mother. Apu was afraid to tell the truth. He looked questioningly at his sister, wondering what to reply. ഉടൻ തന്നെ അമ്മ അപ്പുവിനോട് ചോദിച്ചു, നിനക്ക് എവിടുന്നാ മാങ്ങ തിന്നാൻ കിട്ടിയത്? പക്ഷേ സത്യം പറയാൻ അപ്പുവിനെ കൊണ്ടായില്ല. അപ്പു എന്ത് ചെയ്തു? നേരെ ചേച്ചിയെ നോക്കി, വളരെ പരുങ്ങലോടുകൂടി ചേച്ചിയെ നോക്കി എന്ത് ഉത്തരം അമ്മയ്ക്ക് കൊടുക്കണമെന്ന രീതിയിൽ നോക്കി. Saboja turned out to her daughter and demanded, so you would gone out again? Saboja മകളുടെ നേരെ തിരിഞ്ഞ് ചോദിച്ചു, നീ വീണ്ടും അപ്പോൾ പുറത്ത് തെണ്ടാൻ പോയി അല്ലേ? ദുർഗ paled. Ask him, I was just there by the jackfruit tree. And then just as he called. അമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ദുർഗ ഒന്ന് പരങ്ങി. പക്ഷെ ദുർഗ പറഞ്ഞു, ഞാൻ എങ്ങും പോയില്ല, അപ്പുവിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ അവിടെ തന്നെ ആ ജാക്ക് ഫ്രൂട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അമ്മ എന്നെ വിളിച്ചില്ലേ, ആ സമയത്ത് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ദ കോൺവെർസേഷൻ വാസ് കട്ട് ഷോർട്ട് ബൈ ദ എൻട്രി ഓഫ് ദ മിൽക്ക് വുമൺ ഷൊർണോ. ഷി ഹാഡ് കം ടു മിൽക്ക് ദ കൗ. Go and catch the cow, said Sarboja to her daughter. അപ്പോഴാണ് പശുവിനെ കറക്കാനായിട്ട് അവിടെ ഷൊർണോ എന്ന് പറയുന്ന സ്ത്രീ വന്നത്. ഭാഗ്യത്തിന് അവർ വന്നത് കൊണ്ട് ഇവർ തമ്മിലുള്ള സംഭാഷണം ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി.
പെട്ടെന്ന് അമ്മ പറഞ്ഞു, നീ പോയി ആ പശുക്കിടാവിനെ പിടിക്കുക എന്ന് ദുർഗയോട് പറഞ്ഞു. അപ്പു ഫോളോ ഹിസ് സിസ്റ്റർ ഔട്ട് ടുവേർഡ്സ് ദ കൗ ബീങ് മിൽക്ക്ഡ്. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his back. പശുവിനെ കറക്കുന്നത് കാണാനായി ദുർഗയുടെ കൂടെ അപ്പുവും കൂടി പുറത്തേക്ക് ഇറങ്ങി. അപ്പു വീടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ദുർഗ അപ്പുവിൻ്റെ പുറത്ത് നോക്കി നല്ല ഒരു അടി വെച്ചു കൊടുത്തു. എന്നിട്ട് അപ്പുവിനോട് പറഞ്ഞു, "You wretch monkey." She made faces at him and mimicked him. "All those that mangoes have set my teeth on edge. Dumbo, no brains at all." മാങ്ങ തിന്നിട്ട് നിന്റെ പല്ലെല്ലാം പൊളിക്കുന്നു അല്ലേ? കഴുത, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു. All of you try to read the lesson. I hope you all like this story. Thank you for watching.